അതിർത്തിയിൽ പാകിസ്ഥാനുമായി സംഘർഷം കടുക്കുമ്പോഴും ഇങ്ങ് കേരളത്തിൽ പൊതുവിൽ സുരക്ഷിത തീരത്തായിരുന്നു മലയാളി. എന്നാൽ രാജ്യത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലയാളിയും പേടിച്ചു പോയൊരു യുദ്ധകാലം ഉണ്ടായിരുന്നു പണ്ട്. 1965 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് കറാച്ചിയിൽ നിന്ന് കൊച്ചി നഗരത്തിൽ വന്ന് വീണതായി പറയപ്പെടുന്ന ഒരു ബോംബാണ് അന്ന് മലയാളിയെ പേടിപ്പിച്ചത്. മറ്റൊരു സംഘർഷകാലത്ത് ആ ബോംബ് കഥയുടെ ഓർമ്മയിൽ ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മെട്രോ നഗരത്തിൽ. ഇതൊരു ബോംബ് കഥയാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് കൊച്ചിയിൽ വന്ന് വീണതായി പറയപ്പെടുന്ന ഒരു ബോംബിന്റെ കഥ. 65 സെപ്റ്റംബർ മാസത്തിൽ എന്നോ ഒരു രാത്രിയിലാണത്രേ ഈ സംഭവം നടക്കുന്നത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് പറന്നു വന്ന ഒരു വിമാനത്തിൽ നിന്ന് ബോംബുകൾ വർഷിച്ചെന്നും അവ വെണ്ടുരുത്തി പാലത്തിനടുത്തോ മുളവുകാട് ഭാഗത്തോ കായൽ ചതുപ്പിൽ പതിച്ചതിനാൽ അപകടമൊന്നും ഉണ്ടാകാതെ പോയെന്നുമുള്ള ഓർമ്മയുമായി ജീവിക്കുന്ന കൊച്ചിക്കാർ ഒരുപാട് പേരുണ്ട് ഇന്നും. കറാച്ചിയിൽ നിന്നൊരു വിമാനം, അതും അന്നത്തെ കാലത്ത് 2000 കിലോമീറ്ററോളം അകലെയുള്ള കൊച്ചിയിലേക്ക് വന്ന് ബോംബിടുമോ എന്നതടക്കം ഇന്നും സംശയങ്ങൾ ഒരുപാടുണ്ട് കൊച്ചിയിൽ വീണെന്ന് പറയുന്ന ആ ബോംബിനെ കുറിച്ച്. പഴയ കൊച്ചിക്കാർക്കിടയിൽ ഈ ബോംബ് കഥ ഇന്നും പ്രചാരത്തിലുണ്ടെങ്കിലും ഏതെങ്കിലും ഔദ്യോഗിക രേഖകളിൽ ഈ ബോംബുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. കൊച്ചിക്കാരനായ എഴുത്തുകാരൻ NS മാധവൻ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവലിൽ ഈ ബോംബ് കഥ പരാമർശിക്കുന്നുമുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നതും ഒരിക്കലും സ്ഥിരീകരണം ഉണ്ടാക്കാത്തതുമായ വിവരങ്ങളുടെ കൂടി പ്രളയകാലമാണ് ഓരോ യുദ്ധകാലവും. അത് അന്നും അതെ ഇന്നും അതെ. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്തും അന്ന് മുളവുകാട്ടെ ചതുപ്പിൽ വീണ് നിർവീര്യമായതായി പറയപ്പെടുന്ന ആ ബോംബ് ഒരുപാട് പേരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. 1965 ഇന്തോ പാകിസ്ഥാൻ യുദ്ധം ദക്ഷിണേന്ത്യയുടെ ഭൂരാഷ്ട്രീയ ഭൂപ്രകൃതിയെ പുനർനിർമ്മിച്ച ഒരു നിർണായക സംഘർഷമായിരുന്നു. 1965 സെപ്റ്റംബർ 6 ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ രണ്ടാമത്തെയും വലിയ നഗരമായ ലാഹോറിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി. അത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയും യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിക്കുകയും ചെയ്തതായിരുന്നു. 1965 ഓഗസ്റ്റിൽ പാകിസ്ഥാന്റെ രഹസ്യ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ മുതൽക്കാണ് ഈ സംഘർഷത്തിന്റെ വേരുകൾ ആരംഭിച്ചത്. ജമ്മു കശ്മീരിലേക്ക് നുഴഞ്ഞു കയറുക, പ്രാദേശിക കലാപകാരികളെ പ്രേരിപ്പിക്കുക, മേഖലയിലെ ഇന്ത്യയുടെ നിയന്ത്രണം ദുർബലപ്പെടുത്തുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മുസ്ലിം ഭൂരിപക്ഷമുള്ള കശ്മീർ പാകിസ്ഥാന്റേതാണെന്ന വിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ സൈനിക ബലഹീനത മുതലെടുക്കാനും പ്രാദേശിക അസംതൃപ്തി മുതലെടുക്കാനും ഈ ഓപ്പറേഷൻ ശ്രമിച്ചിരുന്നു. 1965 സെപ്റ്റംബർ 22 ഐക്യരാഷ്ട്രസഭ ഒരു വെടിനിർത്തൽ ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം തങ്ങളുടെ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ നിലനിർത്തുന്ന സംഘർഷം അവസാനിപ്പിച്ചു. യുദ്ധത്തിന്റെ സമാപനം 1966 ജനുവരി 10 താഷ്കന്റ് കരാറിലേക്ക് നയിച്ചു. സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ ഈ സമാധാന കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. യുദ്ധത്തിന് മുമ്പുള്ള സ്ഥാനങ്ങളിലേക്ക് സൈന്യത്തെ പിൻവലിക്കാനും നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനും ആവശ്യപ്പെടുകയായിരുന്നു.